ഏവർക്കും നിശ്ചലനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. 2026 ജനുവരി മാസത്തിലേക്ക് നമ്മൾ കടന്നു. പുതിയ വർഷത്തിൻ്റെ പുതിയ തുടക്കത്തിൽ നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നതെങ്കിലും ചിലർ പറയും അത് എനിക്ക് നന്മയായില്ല, കഴിഞ്ഞ 2025 തുടർച്ച പോലെ ചില പ്രതികൂലങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. മാധ്യമങ്ങൾ വായിക്കുമ്പോൾ ദൈവം വിശ്വസ്തയൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ, ടി വിയിൽ നമ്മൾ കാണുന്ന ന്യൂസുകൾ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ നമ്മൾ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. കുഞ്ഞുങ്ങളുമായിട്ട് എടുത്തിരുന്ന് ഇന്നത്തെ വാർത്തകൾ, ന്യൂസുകൾ കാണുവാൻ തക്കവണ്ണം കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നു പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. പുസ്തകത്തിൽ സദൃശവാക്യങ്ങളിലൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. ദൈവം വിശ്വസ്തതയും നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി കൊള്ളുക എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദയയും വിശ്വസ്തതയും വിട്ടുകളയരുത്. വിശ്വസ്തത നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ തക്കവണ്ണമുള്ള ഒരു മാനദണ്ഡമാണ്. നമ്മൾ ഏത് ഭാഗത്ത്, ഏത് തൊഴിൽ മേഖലയിലായിക്കോട്ടെ, ഏത് തരത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിലാകട്ടെ, തൊഴിലിലാകട്ടെ, തൊഴിൽ ഇടങ്ങളിലാകട്ടെ, എവിടെയായാലും വിശ്വസ്തനായ ഒരു മനുഷ്യനെ ആളുകൾ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് വേദപുസ്തകം ഉറപ്പ് തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിലൊക്കെ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ചുറ്റുപാടും കാണുന്നത്. പരസ്പരം വിശ്വാസമില്ലാതെ പരസ്പരം ചതിക്കുന്ന മക്കളെയും അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിനെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പത്രമാധ്യമങ്ങളിൽ അതിൻ്റെ വാർത്തകളാണ് നിറയുന്നത്. ദൈവമക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വേണമോ, നമ്മുടെ ജീവിതത്തിൽ നന്മ വേണമോ, നമ്മുടെ മക്കൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ, വിശ്വസ്തതയും ദയയും വിട്ടുകളയരുത്. ദയയുള്ള ഒരു മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ വിശ്വസ്തനായ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയാകും. വേദപുസ്തകം ഒരിക്കൽ പോലും കളവ് പറയുന്നില്ല. ദയയും വിശ്വസ്തതയും നീ കാത്തുകൊള്ളുക, അത് നിന്നെ ഉയർത്തും എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നിശ്ചയമായും വിട്ടുകളയരുത്. 2026 ദയയുള്ളവരായി, വിശ്വസ്തതയുള്ളവരായി ജീവിക്കാം. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.